അപ്പോൾ ഗായ്സ് ഇമിഗ്രേഷനുള്ള വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് ഏകദേശം ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ പുറപ്പെട്ടു. പിന്നെ നൈറ്റ് കടലിൽ കാണുന്ന മുഴുവനും ഓയിലെടുക്കുന്ന റിഗുകളും അതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന ഷിപ്പുകളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ ഓടി ഏകദേശം ഒരു 2 മണിയായപ്പോൾ നമ്മൾ സൗദി അറേബ്യയുള്ള അബു അലി ജസീറാത്തിന് നേരെ എത്തി. ഇനി ഇവിടുന്നും ഏകദേശം ഒരു 12 മണിക്കൂറോളം ഓടാണ്ട് ഖത്തറിലെത്താൻ. പിന്നെ ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോൾ നല്ല അടിപൊളി ഒരു സൺറൈസും കിട്ടി. പിന്നെ ഈ കാണുന്നതാണ് AIS, ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഇതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ട് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുകൂടാതെ ആ ബോട്ടിന് എത്ര വലുപ്പമുള്ള, ആ ബോട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ആ ഫുൾ ഡീറ്റെയിൽസും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കാർഗോ ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ കാണിച്ചു തന്നിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓടുമ്പോൾ കാണുന്ന മുഴുവനും റിഗുകളും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചെറിയ ഫിഷിംഗ് ബോട്ടുകളുമായിരുന്നു. ഏകദേശം ഒരു 10:30 ആയപ്പോഴേക്കും നമ്മൾ സൗദി അറേബ്യ ബഹ്റൈൻ ബോർഡറിലെത്തി. ഇനി നമുക്കുള്ള ചടങ്ങാണ് ഫ്ലാഗ് മാറ്റിക്കെട്ടൽ. അങ്ങനെ ഖത്തർ എത്തിയപ്പോൾ നമ്മൾ സൗദി അറേബ്യൻ്റെ ഫ്ലാഗ് മാറ്റി ഖത്തറിൻ്റെ ഫ്ലാഗ് കയറ്റി. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.